ഹായ് ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ ക്രിസ്മസ് ട്രീ വയ്ക്കണമെന്ന് പിള്ളേർക്ക് രണ്ടാൾക്കും ഭയങ്കര ആഗ്രഹം. എന്നാൽ പിന്നെ ഒരു ക്രിസ്മസ് ട്രീ നോക്കാമെന്ന് വെച്ചു. ഗംഭീര വിലയാണ്, ഒരു രക്ഷയില്ല. കാരണം നമ്മളിത് എല്ലാ കൊല്ലമൊന്നും നമ്മൾ യൂസ് ചെയ്യാറൊന്നുമില്ല. പിള്ളേരുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി വാങ്ങിക്കാൻ പോയത്, പക്ഷേ ഭയങ്കര റേറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്യാം. അവർക്കൊരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണല്ലോ. ഒരു 3-4 സ്റ്റിക്കും ഒരു ബക്കറ്റിൻ്റെ മൂടിയും വെച്ചപ്പോൾ കാര്യം സെറ്റായി. അച്ഛനും മോനും കൂടി അത് നല്ല സെറ്റപ്പ് ചെയ്യാണ്. എക്സാമും ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വൈകുന്നേരങ്ങളിലാണ്, പഠിച്ചൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിലാണ് അവരോടത് റെഡിയാക്കാൻ പറയുന്നത്. ഒറ്റ ദിവസത്തെ വർക്കല്ല കേട്ടോ. ഒരു ദിവസം ഇത് വെച്ച് കെട്ടി അങ്ങനെ പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള രീതിയൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം സ്റ്റിക്കൊക്കെ ഞാൻ കാലത്ത് തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്നുള്ള രീതി അങ്ങനെ ഒരു വീട്ടിലൊരു ബക്കറ്റിൻ്റെ വെച്ചിട്ട് നമ്മളത് ഒരു ട്രീ പോലെ അതിൻ്റെ ഔട്ടർ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് നമുക്കതിൻ്റെ ചുറ്റേണ്ട സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ അത് 20 രൂപയാണ് നമുക്ക് വന്നത്. ഒരു 10 വാങ്ങിച്ചു. നമുക്കറിയില്ലായിരുന്നു എത്ര ലെങ്ത്ത് വരുന്നുള്ളത്, അറിയണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ലാസ്റ്റ് തോന്നി. ചെറുപ്പത്തിൽ ഞാനൊക്കെ ഒരുപാട് ചെയ്യുമായിരുന്നു. പിന്നെ ഒരുപാട് പൈസ മുടക്കിയിട്ടല്ല, ജസ്റ്റ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കാർഡ്ബോർഡ് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ കുറേ മെമ്മറീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമല്ലോ ആ മെമ്മറീസൊക്കെ. അപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. ആദ്യം ഞാൻ വിചാരിച്ചു ഒരു ക്രിസ്മസ് പപ്പാനീൻ്റെ ഒരു ക്രിസ്മസ് ക്യാപ്പ് കൊളുത്തിടാന്ന്. എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ അത് അഴിച്ചു നോക്കി. അത് പിന്നെ ഗ്രീൻ ഇങ്ങനെ ചുറ്റി തുടങ്ങി. ഒരു കമ്പി ടൈപ്പ് ആയതുകൊണ്ടില്ല, അതുകൊണ്ട് പിന്നെ ചുറ്റാനൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. റൗണ്ട് ചെയ്ത് പെട്ടെന്ന് തീർന്നുണ്ടായിരുന്നു. അത് ആദ്യമായിട്ടാണ് വീട്ടിൽ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണത് കേട്ടോ. ചെറുപ്പത്തിൽ ഞാനൊക്കെ ചെയ്യാറുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ക്രിസ്ത്യൻസ് അല്ലാന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനത്തെ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അപ്പുറത്തപ്പുറത്തൊക്കെ വീട്ടിലെ ക്രിസ്ത്യൻസാണ് ഞങ്ങളുടെയൊക്കെ നെയ്ബേഴ്സ്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നതാണെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ വെക്കേഷനായിരിക്കുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ആരും ഉണ്ടാവില്ലേ, ഞാനും ചിലപ്പോൾ ചേച്ചിയോ അല്ലെങ്കിൽ അനിയത്തി ഉണ്ടെങ്കിൽ അവരങ്ങനെ ചിലപ്പോൾ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അതാണ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പിള്ളേർക്കും കുട്ടികൾക്കും ആ മെമ്മറീസ് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനപ്പോൾ ഇപ്രാവശ്യം വാങ്ങിക്കേണ്ട, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അവർക്കൊരു ഐഡിയാസൊക്കെ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് നമുക്കിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ചുറ്റി വന്നപ്പോൾ അടിപൊളിയായിട്ടാണ്, ഞാൻ വിചാരിച്ചേക്കാളും നല്ല സൂപ്പറായി. അപ്പോൾ പിള്ളേർ വീഡിയോ എടുക്കുകയാണ്, അല്ലെങ്കിൽ രണ്ടും കൂടി നടക്കില്ലല്ലോ. അപ്പോൾ അവർ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് അവരാദ്യമാണ് ചുറ്റി നോക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്ക്, എന്നിട്ട് പിന്നെ അമ്മ ചുറ്റാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിട്ട് അവർ ചെയ്യാണ്. ചുറ്റി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തികയാണ്ടൊരു സംശയം വരുന്നത്. പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇത്തിരി ഗ്യാപ്പ് ഇട്ടാലും കുഴപ്പമില്ല, ലൈറ്റൊക്കെ വരുമ്പോൾ രസമായിരിക്കും എന്ന് വെച്ചിട്ട് ചുറ്റി തുടങ്ങി. ഏകദേശം ഫിനിഷായി. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴാണ് പണി വാളിയത്. അടിയിലേക്ക് തികഞ്ഞില്ല, ഒരു 3-4 കൂടി വേണമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് പിന്നെ ഒരുപാട് നമ്മൾ പൈസ തന്നെ നമുക്ക് മുടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നേരെയായിട്ട് ഒട്ടിക്കാമെന്ന് വെച്ചു. കാരണം നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ നമ്മൾ മത്സരമൊന്നുമല്ലല്ലോ, പിള്ളേർക്കൊരു സന്തോഷത്തിനല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഓരോ കാലമേയും ബാക്കി ഇനി ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് ആ കാല് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു. ഉള്ളിൽ പുൽക്കൂട് പോലെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ രൂപങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല, ഉണ്ണീശു മാതാവും അങ്ങനെയൊന്നും ഉണ്ടായില്ല. നമ്മളിത് വെക്കാറില്ലല്ലോ സ്ഥിരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെട്ടിയിട്ട് ബലൂൺസൊക്കെ ഇടാം എന്നുള്ള രീതിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഉള്ള കാലുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഗ്രീൻ വെച്ച് തന്നെ ഒന്ന് ടൈ ചെയ്തു. കാരണം അടുത്ത വർഷം ദൂരെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചില്ല ഇങ്ങനെ. പിന്നെ ഒരു സ്റ്റാർ ഞാൻ കൊളുത്തില്ലാന്ന് വെച്ചു. ക്രിസ്മസ് പപ്പാനിയുടെ ക്യാപ്പ് വെച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു സ്റ്റാറും കൊളുത്തി. പിന്നെ പിള്ളേഴ്സൊക്കെ വന്നു. അപ്പോൾ പിന്നെ അവരെ ഒരു പാക്കറ്റ് ബോൾസ് മേടിച്ചു കേട്ടോ. വേറെ ഒന്നും ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒന്നും ഉണ്ടായില്ല, ജസ്റ്റ് പിന്നെ അവരത് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊന്നും കെട്ടിയിട്ടുണ്ടില്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഴുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ സെക്യൂർ ചെയ്ത് കറക്റ്റായിട്ട് വെച്ചു. പിന്നെ അവരും കൂടെ കൂട്ടി, കാരണം അവർക്കൊരു സന്തോഷമല്ലേ. ശ്രീകുട്ടിയുടെ ഫ്രണ്ടാണത്, ആൻമരിയ. അവളും ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിലൊക്കെ ക്രിസ്മസ് ട്രീ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അവളുടെ വീട്ടിലൊക്കെ, അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവരും കൂടി രണ്ടാളും കൂടിയിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്.
അടുത്തത് ലൈറ്റാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ട്രാൻസാക്ഷൻ വീഡിയോസ് പോലെയൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും പിള്ളേരെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് പച്ച വേണ്ടി വരുന്നു, കാരണം കണക്ഷൻ കൊടുത്ത് പുറത്തേക്ക് എടുക്കണമായിരുന്നു. അപ്പോൾ പുറത്തേക്ക് വീടിൻ്റെ അകത്തു നിന്നുള്ള കണക്ഷൻ എടുത്ത് പുറത്ത് വെച്ചു. ട്രീ അകത്ത് വെച്ച് അങ്ങനെ കാണില്ലല്ലോ, അപ്പോൾ അത് പുറത്ത് വെച്ചു. പിന്നെ മാല ബൾബ് മൊത്തം ചുറ്റാമെന്ന് വിചാരിച്ചു. 100 രൂപയ്ക്ക് മേടിച്ച മാല ബൾബാണ് കേട്ടോ. ഞങ്ങൾ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടെ 100 രൂപയ്ക്ക് ഒരുപാട് വേറെ വില കൂടുതലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മിനിമൽ ബഡ്ജറ്റിൽ നമ്മളൊരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരുപാട് കാശ് മുടക്കി വാങ്ങിച്ചിട്ട് അതിന് വലിയ അർത്ഥമൊന്നുമില്ല, റെഡിമെയ്ഡ് പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ കുട്ടികളെ കൊണ്ട് തന്നെ അത് അവർ ഐഡിയാസ് അവർക്ക് കിട്ടുമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഏറ്റവും വില കുറവിൻ്റെ നമുക്ക് എങ്ങനെയാണ് റീസണബിളായിട്ട് റേറ്റിന് കിട്ടുന്നത് അങ്ങനെ നോക്കിയിട്ടാണ് അത് വാങ്ങിച്ചത്. പക്ഷെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് 100 രൂപയുടെ ആണെന്നുണ്ടെങ്കിലും പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനലി ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ സെറ്റായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തേക്കാളും മുകളിലായിരുന്നു. ലൈറ്റിങ്ങും ആ ബോൾസൊക്കെ വരുമ്പോൾ അടിപൊളി. പിന്നെ അടിഭാഗം മാത്രമാണ് നമുക്കൊരു ഇഷ്ടപ്പെടാത്തത്. അതിനുള്ളിൽ വല്ല ബലൂൺസൊക്കെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്രിസ്മസ് ക്യാപ്പ് കൊണ്ട് എങ്ങനെ ചെയ്യണം നോക്കണം, അതെന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ക്രിസ്മസ് ട്രീ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഒരു കാര്യം കൂടി, അയ്യോ ഇത് ഞങ്ങളുടെ നൈറ്റിലത്തെ വ്യൂ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നൈറ്റ് വ്യൂ. താങ്ക്